ദുനിയാവിലെ ജീവിതം കൊണ്ടുത്തു പരലോകത്തിൽ വിജയിക്കുകയില്ലെങ്കിൽ അവനക്ക് സംഭവിക്കുന്നതായ നഷ്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയതായ നഷ്ടം അതായിത്തിക്കർ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഅ്ലയിൽ ചെന്ന പോലെ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, ആൽമാർ ഐഹികമായിട്ടുള്ളതായ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ലയിച്ചു പോയിറാർ. ആയെങ്കിൽ വല്ലാഹിറത്തു ഖൈറും വഅബ്ഖ, ആഖിറമായി തിക്കർ ഏറ്റവും ഉത്തമമായത് ശാശ്വതമായത് ബാക്കിയാവുടെ. ആ പരലോകത്തിലുള്ളതായ വിജയത്തിരെ മോക്ഷത്തിരെ മാർഗ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ധാരാളമായിട്ടുള്ളതായ സ്വഹിയായ ഹദീസും നമുക്ക് പാഠമെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെൽറ് അബി ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്നതായ ഹദീസ് എത്തിക്കർ. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് റിപ്പോർട്ടാക്കർ. അബി ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു ചെൽറ് സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെൽറദൈത്ത് ನಾನು കേട്ടെ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നുനിൻസ് ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫിയൻ ലി അസ്ഹാബിഹി. നിങ്ങ ഖുർആൻ പാരായണാക്കോർ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് പാരായണാക്കോർ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫിയൻ ലി അസ്ഹാബിഹി. നാളെ പരലോകത്തിൽ ആരും ഇല്ല ഒരാൾക്കും ഒരാളെയും റെക്കമെൻഡ് ആക്കുകയോ ശുപാർശ ആക്കുകയോ സാധ്യ ഇല്ലാത്തതായ അല്ലാഹുവിന്റെ പരലോക ഹിസാബിന്റെ സമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഓതി തിന്നേണ്ടെങ്കിൽ, ഖുർആനിനെ നിങ്ങൾ തദബ്ബുറാക്കി തിന്നേണ്ടെങ്കിൽ, അത് പഠിച്ച് തിന്നേണ്ടെങ്കിൽ, അതനുസരിച്ചിട്ട് നിങ്ങൾ അമലാക്കി തിന്നേണ്ടെങ്കിൽ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി, നാളെ പരലോകത്തിൽ ആ ഖുർആൻ ബറു എങ്ങനെ എത്തിക്കറ് ഷഫീഅൻ ലി അസ്ഹാബിഹി, നിങ്ങളെ ചങ്ങായിയായിട്ട് നിങ്ങളെ കൂട്ടുകാരനായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ആക്കുകയായിട്ട് ഖുർആൻ നാളെ പരലോകത്തിൽ നിങ്ങളൊട്ടിಗೆ ഇക്കുചെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടുമ്പോൾ സുബ്ഹാനല്ലാഹ് എൻ്റെ ഖുർആൻ മറക്കുന്നതായ ഒരു കാലഘട്ടത്തിലെത്തിക്കറ് ഞങ്ങളും നിങ്ങളും ജീവിച്ചിട്ടുള്ളത്.